കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോപ്രോ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നമ്മളൊരു അണ്ടർ വാട്ടർ ചെയ്തിട്ടുണ്ട്, ഫുൾ ഫിനിഷ് ആയിട്ടില്ല. അതിനെല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ ഒരു ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഗോപ്രോയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപ്രോ ഒരു വർഷത്തേന് തരുന്നത് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി പീരീഡിൽ നമ്മുടെ ഗോപ്രോയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അവരത് മാറ്റി പുതിയ സാധനം നമുക്ക് തരും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ അതിന് കുറച്ച് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി എടുത്ത കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. കേരളത്തിൽ ഒരൊറ്റ ഡീലറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തുറക്കുവാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമുക്ക് വന്ന കൊറിയർ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സാധനം അയച്ചു വന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ബോക്സ് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ബോക്സ് കൂടി ഉണ്ട്. അതിലൊരു QR കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപ്രോ ഏതാണെന്നുള്ളത് മാക്സാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗോപ്രോ. അപ്പോൾ മാക്സ് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപ്രോയുടെ കോഡ് നമ്പരും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ രണ്ടാമത്തെ ബോക്സിൻ്റെ ഉള്ളിലായിട്ട്. വേറെ ഒരു സാധനമില്ല, കാര്യമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ബോക്സ് തുറക്കാം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ രണ്ടാമത്തെ ബോക്സ് തുറക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി പാക്കിങ്ങിൽ പ്ലാസ്റ്റിക് കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഗോപ്രോയുടെ പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഗോപ്രോ ഇരിക്കുന്നുണ്ട്. റബ്ബർ പൗച്ചാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒപ്പം. രണ്ട് വശത്ത് ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിലൊരു സ്ക്രീൻ ഗാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊളിച്ച് കളയണം കേട്ടോ. ഗ്ലാസ് അല്ല, ജസ്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ തന്നെയാണ്. മറ്റെന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു പേപ്പർ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പാക്കിംഗ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അതായത് ക്യാമറയുടെ പേര്, അവർ സിംഗപ്പൂരിൽ നിന്ന് നമുക്ക് ഷിപ്പ് ചെയ്തേക്കുന്ന ദിവസങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോപ്രോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ക്യാമറ വിത്ത് ബോക്സ്, അതിനൊപ്പം നമ്മൾ വാങ്ങിയ ബില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഗോപ്രോയെ സംബന്ധിച്ചുള്ള ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ട് ഗോപ്രോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തെ അഡീഷണൽ വാറണ്ടി കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തെ വാറണ്ടി പീരീഡിലും നമുക്ക് ഗ്യാരണ്ടി പീരീഡിലും ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ മാറിത്തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം ഒരു 300 ഗ്രാമോളം 350 ഗ്രാമോളമാണ് മൊത്തം ഇതിൻ്റെ തൂക്കം കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടില്ല. നല്ല കറക്റ്റായിട്ടുള്ള പാക്കിങ്ങിൽ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയുണ്ടോ ആ ഒരു ഷേപ്പിൽ പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരു സപ്പോർട്ടിൽ ഇത് ഈ പേപ്പർ തന്നെ വെച്ച് സംഭവം വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന്ന് ഓണാക്കി നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പേപ്പർ അങ്ങോട്ട് റിമൂവ് ചെയ്യാം. നമ്മൾ ഗോപ്രോ സർവീസിനായിട്ട് കൊടുക്കുമ്പോൾ ബാറ്ററി അതിൻ്റെ കൂടത്തിൽ കൊടുക്കരുത്. ബാറ്ററി അവർ സ്വീകരിക്കത്തില്ല. മറിച്ച് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം വേണം കൊടുക്കാൻ. നമുക്ക് വരുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗോപ്രോയുടെ ആ ഒരു QR കോഡും കാര്യങ്ങളും എല്ലാം പുതിയത് വന്നതിൻ്റെ അകത്തും പഴയത് ആ സെയിം ഇത് തന്നെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇടാൻ പോവാണ്. പിന്നെ പഴയതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർ വേരിയേഷൻ വന്നിട്ടുണ്ട്. പഴയതെന്ന് പറയുമ്പോഴത്തേനും ഒരു ആഷ് കളർ മിക്സ് ആയിട്ടുള്ള ബ്ലാക്കാണ് വന്നിരുന്നത്. അതിനെ കഴിഞ്ഞൊക്കെ നല്ല ഡാർക്കായിട്ടാണ് ഈ ഒരു ഇത് നമ്മൾ ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. നല്ല വൈഡാണ് കേട്ടോ. SD കാർഡ് ഇട്ടിട്ടില്ല. ക്യാമറ ചേഞ്ച് ചെയ്ത് നോക്കാം. പുതിയതിൻ്റെ അകത്ത് ഇതുണ്ട്, ഒരു നീല ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മളിത് റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി പലർക്കും തോന്നാൻ ഇങ്ങനെ വരുമ്പോഴത്തേനും സ്റ്റെബിലിറ്റി നോർമലായിട്ട് തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് എങ്കിൽ പോലും ഇതാണ് കേട്ടോ സ്റ്റെബിലിറ്റിയുടെ ഈ ഒരു നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഈ സ്റ്റെബിലിറ്റി നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ എന്തോ ഒരു സ്റ്റെബിലിറ്റിയാണ് വേണ്ടതെന്ന് ഫുള്ള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഉണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ഇത് വന്നോളും. പിന്നെ ഇത് ക്യാമറ ചേഞ്ച് ചെയ്യാനായിട്ട് അത് വന്നു. ഞാൻ അടുത്തത് 360 ഇതിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ മോഡാണ്. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 360യിലാണ് കിടക്കുന്നത്. ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 360യിലോട്ട് വരും. പിന്നെ ഈ W എന്ന് കിടക്കുന്നത് വൈഡാണ് കേട്ടോ, GoPro വൈഡാണ്. ഇതിൽ നമുക്ക് എന്തോരം വൈഡ് വേണമെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നാരോ നോർമലായിട്ട് വന്നു, തൊട്ടടുത്തത് അതിനപ്പുറം വൈഡ്, അതിനപ്പുറം സൂപ്പർ വൈഡ് എന്ന് പറഞ്ഞാൽ മാക്സ് സൂപ്പർ വൈഡ് എന്നാണ്. പഴയതിൻ്റെ അകത്ത് സൂപ്പർ വൈഡ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ GoPro വന്നു കഴിഞ്ഞാൽ മാക്സ് സൂപ്പർ വൈഡ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 13mm എന്നാണ് എഴുതി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിയോ, നമ്മൾ പിടിച്ചേക്കുന്ന നമ്മുടെ കൈയുടെ ഒരു പോർഷൻ വരെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ലെവൽ അത്രയും വൈഡായിട്ട് ഈ സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ആഫ്റ്റർ പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്കിത് മാറി കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ക്രോം ബ്രൗസർ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ എടുത്തിട്ടോ www.gopro.com എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അവരുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് വരും. അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ GoProയുടെ നമ്പർ, നമ്മുടെ ബില്ലിൻ്റെ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുണ്ട്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പറയുക. അതിനുശേഷം സൈഡിലായിട്ട് ഒരു പോർഷൻ ഉണ്ട്, നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യേണ്ട ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ കൺട്രി ഏഷ്യ സെലക്ട് ചെയ്ത് ഇന്ത്യ ആക്കുക. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളും. ഇങ്ങോട്ടാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത ആളുകൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ പറഞ്ഞ് റെഡിയാക്കി വെക്കുക. കാരണം അവർ വിളിക്കുന്നത് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ് കറക്റ്റ് അവിടെ കിട്ടി. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പിലാണ് കോൺടാക്റ്റ് ചെയ്ത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണ്ടിയതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ GoProയുടെ ഫ്രണ്ട് വിഷ്വൽ, ബാക്ക് വിഷ്വൽ, അതുപോലെ ഈ ബാറ്ററിയുടെ പോർഷൻ തുറന്നു കഴിയുമ്പോൾ ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കണം. ഈ സൈഡിലൊരു ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ GoProയുടെ സീരിയൽ നമ്പർ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഫോട്ടോസ് വേണം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബില്ല്, ബോക്സിൻ്റെ ആ ഒരു കോഡിൻ്റെ ഇത്രയും ഫോട്ടോസാണ് നമുക്ക് വേണ്ടത്. അത് കൂടാതെ ഒരു വീഡിയോയും കൂടി ആവശ്യമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടച്ചിന് ഡിസ്പ്ലേ ഒക്കെ ആയിരുന്നു കംപ്ലൈൻറ്റ് വന്നിരുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ അവർ ആ സാധനം നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം അത് പബ്ലിക് ആക്കുക. പബ്ലിക് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിലോട്ട് പോയി കഴിയുമ്പോൾ ഈ സാധനം അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഒരാളായിരിക്കില്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ സംഭവം നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അവർ നമുക്കൊരു മെയിൽ അയച്ചു തരും. ആ മെയിലിൻ്റെ അകത്ത് നമ്മളുടെ ഓരോ എടുത്തു വച്ചിരിക്കുന്ന പ്രൂഫുകളും ഡ്രൈവ് തുറക്കുക. അതിൻ്റെ അകത്തുനിന്ന് കോപ്പി ലിങ്ക് എടുക്കുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫയലായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനെ ഫിനിഷ് ചെയ്ത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് നടക്കുന്ന പ്രൊസീജിയറാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരാഴ്ചയോളം എന്ന് പറഞ്ഞ പോണക്ക് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഒരു മെയിൽ GoProയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കൊരു മെയിൽ വരും. ആ മെയിലിൻ്റെ അകത്ത് നമുക്ക് അയക്കാനുള്ള ഈ GoPro സിംഗപ്പൂരാണ് എനിക്ക് വന്നത്. അപ്പോൾ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംഗപ്പൂർ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവിടെ വന്നിരിക്കുന്ന ആ ഒരു നമ്മൾക്ക് GoPro അയച്ചു കൊടുക്കാനുള്ള ബില്ല് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തു തരുന്നത്. ഇത് അയച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള UPS എന്ന് പറഞ്ഞ കൊറിയർ സർവീസ് വഴിയാണ് ഈ സംഭവം കേരളത്തിൽ നിന്ന്
പുറത്തോട്ട് പോകുന്നത്. കേരളത്തിലോട്ട് വരുന്നതും അവർ മുഖാന്തരമാണ്. അപ്പം അതിലോട്ട് ഉള്ള യു പി എസ് വഴി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ശേഷം നമ്മുടെ ആധാർ കാർഡും ഏതെങ്കിലും 2 പ്രൂഫ്, ആധാർ കാർഡ് മസ്റ്റാണ്, ഏതെങ്കിലും 2 പ്രൂഫിൻ്റെ കോപ്പി സഹിതം നമ്മളവിടെ ചെല്ലണം. ഇനി നമുക്ക് അവിടെ ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഡെലിവറി പോയിന്റ്, ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ, കോഴിക്കോടുള്ള ആളുകളുണ്ടാവാം, തിരുവനന്തപുരത്തുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അവർക്ക് മറ്റ് കൊറിയർ സർവീസ് വഴി യു പി എസിലോട്ട് എത്തിച്ചാലും മതി. ഇവർ ഗോപ്രോക്കാർ നമ്മളോട് പറയുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 ദിവസം അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഈ സാധനം അവർക്ക് ഡെലിവറി ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു പി എസിൻ്റെ അഡ്രസ്സിൽ ഈ സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് പാക്ക് ചെയ്ത് അയച്ചോളും. നമുക്ക് മറ്റ് സാധനങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, ക്യാമറ മാത്രം മതി. ബോക്സോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നമുക്കും എളുപ്പമുണ്ട്, അവർക്കും കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കാനും ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാരിവട്ടം പാലത്തിന് താഴെയായിട്ട്, അതായത് പാലാരിവട്ടം പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് കാണാം. ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് യു പി എസിൻ്റെ ഈ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ യു പി എസിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഗോപ്രോയ്ക്ക് എന്തെങ്കിലും സർവീസസ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ്, അതും അല്ലെങ്കിൽ ഗോപ്രോ കേരളത്തിലോട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് യു പി എസ് മുഖാന്തരമാണ്. അപ്പോൾ നമ്മുടെ ഗോപ്രോയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഗോപ്രോ തിരിച്ച് അയച്ചു വിടുന്നതും ഇവർ തന്നെയാണ് കേട്ടോ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സാറ് പറഞ്ഞു തരും. എൻ്റെ പേര് ഡിനു. നിങ്ങൾക്ക് ഗോപ്രോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടുന്ന് അവർ കമ്പനി തന്നെ അവരുടെ അതിൻ്റെ വേറോ ബില്ല്, ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൂഫ് കാര്യങ്ങൾ വെച്ചിട്ട്, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു അൺനോൺ ഷിപ്പർ അങ്ങനെ ഒരു ഫോം ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഞങ്ങളുടെ പാലാരിവട്ടം ഓഫീസിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൊച്ചി ആണെങ്കിൽ നമ്മുടെ ഏജൻറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്യും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കസ്റ്റമർ കെയർ നമ്പറുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, പിക്കപ്പ് രജിസ്റ്റർ ചെയ്യാം. നമ്പർ വന്നിട്ട് 1800-102-717. റിട്ടേൺ വരുന്നതും നമ്മൾ ത്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് കോൾ വരും. അപ്പോൾ നിങ്ങൾ 2 ID പ്രൂഫ് പ്രൊവൈഡ് ചെയ്യണം. അത് മെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്പറോ കൊടുത്താൽ മതി. ഇത് ക്ലിയറൻസിന് ശേഷം നമുക്കിവിടെ കൊച്ചിയിലെ ഓഫീസിൽ എത്തും. ഇവിടെ നിന്ന് ഒരു KYC ഫയൽ ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ ഡെലിവറി അയക്കും. അതല്ല നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം വിത്ത് പ്രൂഫ്. 2 പ്രൂഫാണ് വേണ്ടത്. മെയിനായിട്ട് ആധാർ ഉണ്ടാവണം, പിന്നെ പാൻ, പാസ്പോർട്ട്, പിന്നെ സെക്കൻഡറി ആയിട്ട് ലൈസൻസോ വോട്ടർ ID യൂസ് ചെയ്യാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ബിനുസാറാണ് കേട്ടോ. ഇവിടുത്തെ ഓഫീസിലെ യു പി എസിൻ്റെ പാലാരിവട്ടം എറണാകുളത്ത് നമ്മുടെ ഇടപ്പള്ളി ലുലുവിലോട്ട് പോകുന്ന റൂട്ടിൽ പാലാരിവട്ടം പാലത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന യു പി എസ് ഓഫീസിൻ്റെ സ്റ്റാഫായിട്ടുള്ള ബിനുസാറാണ്. ഇപ്പോൾ സാറിന് നമ്മൾ താങ്ക്സ് പറയാം. വന്നു കഴിയുമ്പോഴും അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ബാംഗ്ലൂരിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ വീണ്ടും നമ്മുടെ പ്രൂഫ്, അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ ID കാർഡിൻ്റെ ആധാർ കാർഡും വേണം. അത് കണക്ക് മറ്റൊരു ഏതെങ്കിലും ഒരു പ്രൂഫും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തെത്തും. എറണാകുളത്തെത്തി കഴിയുമ്പോൾ അവർ കോൺടാക്ട് ചെയ്യും, വന്ന് കളക്ട് ചെയ്യുവാണോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുവാണോ ചെയ്യേണ്ടതെന്ന്. ഇത്രയും കാര്യങ്ങളാണ് ഗോപ്രോയുടെ ഗ്യാരണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ഒക്കെ ഒരു പക്ഷേ ഗോപ്രോ വാങ്ങിയവരുണ്ടാകാം, വാങ്ങാൻ സാധ്യതയുള്ളവരുണ്ടാകാം. അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിവില്ലായ്മ എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ എല്ലാവർക്കും. സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങുമ്പോൾ അവിടെ തന്നെ മാറിക്കിട്ടും എന്നുള്ളതാണ് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഒരു ചിന്താഗതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും മറ്റുള്ളവരിലോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.